ലാറ്റിൻ അമേരിക്കക്കാരുടെ മധുരക്കോപ്പയിലേക്ക് പുതിയൊരു കാൽവെപ്പ് കൂടി. എന്നാൽ പഴയതിലോ പുതിയതിലോ കാര്യമാക്കേണ്ട ഏതു തന്നെയായാലും ആ ബാല്യത്തിൻ്റെ കളിശൈലിയിൽ മാറ്റമില്ലെന്ന പ്രഖ്യാപനവുമായി ഒരു 36-കാരനും. സംശയമില്ല, അർജന്റീനക്കാരുടെ ഫുട്ബോൾ സ്വപ്നങ്ങളെല്ലാം ഒരു ഇടങ്കാലിന് പുറമെ പോയതിൻ്റെ കഥ തുടരുന്നിടത്ത് ഉയർത്തെഴുന്നേൽപ്പ് ഇനി പുതിയൊരു വരവാണ്. തുടർ ഫൈനലുകളിൽ വീണുപോയവൻ്റെ തുടരെയുള്ള കിരീട നേട്ടങ്ങളുടെ തിരിച്ചുവരവ്, ഒരു സിനിമ സ്റ്റൈൽ വരവ്, ചുരുക്കി പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വരവ്. 2007 കോപ്പയുടെ ആദ്യ ഫൈനലിലാണ് ലയണൽ മെസ്സിയുടെ ആദ്യ കപ്പിനും ചുണ്ടിനുമിടയിലുള്ള ഫൈനലിൻ്റെ നഷ്ടത്തുടക്കം. എന്നാൽ ആ നഷ്ടം നികത്താൻ അയാൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. 2015 അതേ നഷ്ടം. ഫൈനലിൽ ചിലിയോട് പെനാൽറ്റി പരീക്ഷയിൽ വിജയിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ല. എന്നാൽ വീണ്ടും ഒരു പരീക്ഷ വരാൻ അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല. ഒരു വർഷത്തിനു ശേഷം വീണ്ടും ചിലിയോട് അന്തിപ്പരീക്ഷ. അയാളുടെ മനസ്സിൽ പകയുടെ കനൽ കൊട്ടാരമുണ്ടെന്ന് ലോകം അടക്കം പറഞ്ഞ ദിവസം. എന്നാൽ ആദ്യം കിക്കെടുക്കാൻ വന്ന നായകൻ ലയണൽ മെസ്സിക്ക് കിക്ക് വലയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. അതോടെ ലോക ഫുട്ബോൾ ആരാധകരെല്ലാം ഒന്നടങ്കം തലയിൽ കൈവച്ച നിമിഷം. ലുക്കാസ് ബിഗ്ലിയുടെ 4ാം കിക്കും കൂടി പേച്ചപ്പോൾ ഫുട്ബോൾ ലോകം കരഞ്ഞതൊന്നും ആരും കണ്ടില്ല. ഫുട്ബോളിനെ കാണാൻ പഠിപ്പിച്ചവൻ്റെ കണ്ണീർ ആരും കാണാതെയും പോയില്ല. വിമർശനങ്ങൾ താങ്ങാൻ കഴിയാതെ അയാൾക്ക് വിരമിക്കേണ്ടി വന്നു. ലോക ഫുട്ബോളിൽ ഇതുപോലെ ഒരു താരത്തിനും നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. 2014 ലോകകപ്പ് ഫൈനലിൽ തോറ്റതിൻ്റെ നിരാശയേക്കാൾ വലിയ നിരാശയായിരുന്നു അന്ന് അമേരിക്കയിൽ സംഭവിച്ചത്. എന്നാൽ എല്ലാത്തിൻ്റെയും തുടക്കം 2021 കോപ്പയിൽ മറക്കാനയിൽ വെച്ചാണ്. ഡിമരിയ എന്ന മാലാഖ അവതരിച്ച ആ രാവിൽ അയാൾ പൂർണ്ണനായി എന്ന് ഫുട്ബോൾ ലോകത്തിന് പറയേണ്ടി വന്നു. ഫുട്ബോളിനെ അറിയാവുന്നവർക്കെല്ലാം അറിയാമായിരുന്നു അയാൾ എന്നേ പൂർണ്ണനായി കഴിഞ്ഞു എന്ന്. പിന്നീട് തൊടുന്നതെല്ലാം പൊന്നാവുന്നതിലേക്ക് കാര്യങ്ങളെത്തി. 2022 ഫൈനലിസിമയിൽ ഇറ്റലിയെ തകർത്ത് നേടിയപ്പോൾ 2 ഗോളിനും വഴിയൊരുക്കിയത് ലയണൽ മെസ്സി എന്ന നായകനായിരുന്നു. എന്നാൽ ഖത്തറിലെ ലോകകപ്പ് കൂടി അയാളുടെ കൈകളിലേക്ക് വന്നപ്പോൾ അയാൾ നേടാൻ ഇനിയൊന്നും ബാക്കിയില്ലാതായി. അന്ന് ഫൈനലിൽ 2 ഗോൾ നേടിയതും ആ 10ാം നമ്പറുകാരനായിരുന്നു. 2024 കോപ്പയിലേക്ക് എത്തുമ്പോൾ അയാൾ നേടാൻ ഒന്നും ബാക്കിയില്ല. ഒന്നും കണക്ക് പറഞ്ഞ് നേടുന്നവനല്ലാത്തതുകൊണ്ട് അയാൾ ഇനിയും വേട്ട തുടർന്നുകൊണ്ടേയിരിക്കും. കാറ്റും തുകലും നിറച്ചൊരു വൃത്തത്തിൻ്റെ പൊരുൾ തേടി ഒരു അവധൂതനെ പോലെ അലഞ്ഞവൻ്റെ വഴിയിൽ അനശ്വരമായ വെളിച്ചം തെളിഞ്ഞതിന് ശേഷമുള്ള ആദ്യ കോപ്പ. സ്ക്രീനിലേക്ക് കണ്ണു നട്ട് ഫുട്ബോൾ ലോകവും. സ്പോർട്സ് ഡെസ്ക് സോക്കർ ടോക്ക്.